എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തക്കാളി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള 4 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലും തക്കാളിയും കൊണ്ടുള്ള ഒഴിച്ചു കറിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായ 2-3 പച്ചമുളക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുത്ത് ഒരു പകുതി തക്കാളിയും കൂടി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കറിക്ക് ചെറിയ രീതിയിലൊരു പുളി കിട്ടാൻ വേണ്ടിയാണ് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി അരമുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി പിഴിഞ്ഞെടുത്ത പാലാണിത്. ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടണം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറി വെക്കാനൊക്കെ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് കറി വെച്ച് നോക്കൂ. ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാച്ചിലേഴ്സിനെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറിയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ്. ഇനി കറി നന്നായി ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം. തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. കടുകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീനും പച്ചക്കറിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കൂ. അടുത്തത് പച്ചത്തക്കാളി കൊണ്ടുള്ളൊരു കിച്ചടിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 4 പച്ചത്തക്കാളി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. ഇത് നമ്മുടെ നാടൻ തക്കാളിയാണ്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിനെ ഒന്ന് വളരെ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് എണ്ണ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടാണ് നമ്മൾ കിച്ചടി ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇത് പച്ച തക്കാളിയുടെ ചെവയുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാം. ഈ ഒരു രീതിയിൽ ആ 4 തക്കാളി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 4 തക്കാളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കിയിട്ട് അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി കിച്ചടിക്ക് വേണ്ടി അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും 1 പച്ചമുളകും 4 ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അരച്ച് വെച്ച അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഒരുപാട് പുളിയില്ലാത്തത് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് അതിലേക്ക് കിച്ചടിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കിച്ചടിക്ക് നല്ല പുളി വേണമെന്നുള്ളവർ നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുത്തോളൂ. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ തൈരും അരപ്പും വേവിച്ച തക്കാളിയും കൂടി നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ താളിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. കിച്ചടി സൂപ്പർ ടേസ്റ്റാണ്. ചോറുണ്ണാൻ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറികളുടെ ഒന്നും ഒരാവശ്യവുമില്ല. അടുത്തത് തക്കാളി കൊണ്ടുള്ള അച്ചാറാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക്
നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ആ സമയത്ത് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുകും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് പൊട്ടി വരണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അച്ചാറിനൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അച്ചാറൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ലതാണ്. അപ്പോൾ ഇതാ ഇഞ്ചിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ചേർത്ത് കൊടുത്തതെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായി സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനൊരു 8 തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുളക് പൊടി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 8 തക്കാളിയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അച്ചാറിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മുളക് പൊടിയും ഉപ്പും എല്ലാം തക്കാളിയിൽ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് വിനാഗിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റോളം ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 മിനിറ്റ് മതിയാകും. ഇതേപോലെ മൂടി തുറന്ന് നോക്കുമ്പോഴേക്കും തക്കാളി നന്നായിട്ട് പരിവായിട്ടിരിക്കും. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ടാണ് ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റാം. തക്കാളി കൊണ്ട് വളരെ ഈസിയായും ടേസ്റ്റിയായും തയ്യാറാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. ഇനി ഇതായത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തത് പച്ചത്തക്കാളി ചേർത്തിട്ടുള്ള ഒഴിച്ചുകറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള അത്രയും പച്ചത്തക്കാളി എടുത്ത് വയ്ക്കാം. ഇത് കുറച്ചധികം വലിപ്പമുള്ള തക്കാളിയാണ്. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പം ഒരു തക്കാളി എടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പത്തിന് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 4ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയെല്ലാം ഈ ഒരു രീതിയിൽ കറിക്ക് ആവശ്യമുള്ള വലിപ്പത്തിന് അനുസരിച്ച് മുറിച്ച് വയ്ക്കാം. നമ്മുടെ വീട്ടിലൊക്കെ വളർത്തിയെടുക്കുന്ന തക്കാളിയാണെങ്കിൽ പ്രത്യേകിച്ചൊരു മണമാണ് കറി വയ്ക്കാനൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിലെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. തക്കാളിയെല്ലാം ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ആവശ്യമുള്ള അത്രയും പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2ഓ 3ഓ ചേർത്ത് ഇതേപോലെ നടുവേ ഒന്ന് കീറിയതിന് ശേഷം തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. തക്കാളിയൊക്കെ പെട്ടെന്ന് വേകുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പൂൺ ഉപയോഗിച്ചതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 കഷ്ണം മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പുളിക്ക് ആവശ്യമുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം.
പിന്നീട് 2 ഉണക്ക മത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മത്തി ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഈ ഉണക്ക മത്തിയുടെയും കൂടെ ടേസ്റ്റ് ആകുമ്പോൾ കറിക്ക് നല്ല രുചിയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 3-4 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് മുറിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒഴിച്ച് കറിക്കൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതാ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരുന്ന കഷ്ണങ്ങൾ എല്ലാം നന്നായിട്ടിപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ രണ്ടാമത് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കറി ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. തിളച്ച് വരരുത്. അതുപോലെ തിളയ്ക്കാത്ത രീതിയിൽ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കി എടുത്താൽ മതിയാകും. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. ചുവന്നുള്ളിയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം വെളിച്ചെണ്ണയിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 മിനിറ്റോളം ഒന്ന് ഇത് മൂടി വെച്ച് അതിൻ്റെ മണമൊക്കെ കറിയിലൊന്ന് പിടിക്കത്തക്ക വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കറിയിലേക്ക് താളിച്ചതൊക്കെ നന്നായിട്ട് ആ മണമൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുപ്പിൽ നിന്ന് മാറ്റാം. അത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ പച്ചത്തക്കാളി ഉണക്കമീൻ കറി ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.